നിങ്ങൾക്ക് എന്നെ പോലെയുള്ള മടിയന്മാർക്ക് പറ്റിയ എന്നാൽ ടേസ്റ്റിൽ ഒട്ടും കോംപ്രമൈസ് ഇല്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു സവോള ചെറുതാക്കി നുറുക്കിയത് ആവശ്യമാണ്. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്ത് ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 5-6 വെളുത്തുള്ളി ചെറുതാക്കി നുറുക്കി എടുത്തതൊക്കെയാണ് നമുക്ക് മസാലയ്ക്ക് ആവശ്യമുള്ളതാണ്. ഇനി നമുക്ക് ഒരു ബോയിൽഡ് പൊട്ടറ്റോ വേണം. ഞാനിത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പുഴുങ്ങി വെച്ചതാണ്. അപ്പോൾ ഇത് നല്ല ചൂട്ടോടുകൂടി ഇതുപോലെ അങ്ങനെ ഉടച്ചെടുക്കുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പൊടിയായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മസാലയ്ക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്കൊരു മുട്ട ഇതുപോലെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും പിന്നെ ചോപ്പ്ഡ് ഈ മുളക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്, അല്ലെങ്കിൽ ഇതുപോലത്തെ പൊടിമുളക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇതുപോലത്തെ ഒരു ഫോർക്ക് വെച്ച് ഇളക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലത്തെ കട്ടയൊക്കെ ഉടഞ്ഞു പോകും. പിന്നെ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിൽ ഞാൻ 2 ഗ്ലാസ് വീറ്റ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതുപോലെ അത് ബാറ്ററാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ജസ്റ്റ് അടച്ചു വെക്കുന്നുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിന് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വഴറ്റി കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ സവാള ഇട്ട് ഇതുപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ക്യാരറ്റ് കൂടി ഇട്ടിട്ട് ക്യാരറ്റ് ഒന്ന് കുക്കാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സ്മാഷ്ഡ് പൊട്ടറ്റോ എടുത്ത് ഇതിലേക്കിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ച് നല്ലപോലെ കുറുക്കി ഡ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഡ്രൈ ആക്കണത് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പം നല്ല ഡ്രൈ ആക്കിയിട്ട് ഇതിലത്തെ വെള്ളം മുഴുവൻ വറ്റിച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഇനി നമ്മുടെ ബാറ്റർ എടുത്ത് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കുക. ഇത് ജസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിരുന്ന കോഴിമുട്ടയുടെ ബാറ്റർ എടുത്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കുക്കാവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഞാൻ അടച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ ഒന്ന് ജസ്റ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഈ ഒരു മസാല ജസ്റ്റ് ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി മോൾക്ക് ചീസ് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ 2 കഷ്ണം ചീസ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ചീസ് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ചീസ് ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ബാക്കിയൊന്നും ഞാൻ ചീസ് ഇട്ടിട്ടുണ്ടായില്ല. 2 എണ്ണം ഞാൻ ചീസ് ഇട്ടിട്ടാണ് എടുത്തത്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് ഒരു പോക്കറ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് എടുക്കാം. അപ്പം ഇതിന് ജസ്റ്റ് കറിയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നമുക്കിത് വെറുതെ കഴിക്കാം. ഇനി കറി നിർബന്ധമാണെന്നുള്ളവർ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സോസ് മുക്കി കഴിച്ചാൽ നല്ല രസമാണ്. ജസ്റ്റ് ഇതിനെ ഞങ്ങളത് കറിയൊന്നും കൂട്ടിയിട്ടല്ല കഴിക്കുന്നത്. ഞങ്ങളൊരു സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നേരം വൈകി എഴുന്നേൽക്കുന്ന സമയങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് അത്രയും ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. രാവിലെ ഒരു ദിവസം, നേരം വൈകി നിൽക്കുന്ന ഒരു ദിവസം ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. അപ്പോൾ അടിപൊളിയായിരിക്കും. ഒന്നും പറയാനുണ്ടായിരിക്കില്ല. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് കാണുന്നത്